ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് പോത്തുണ്ടി ഡാമിലേക്കാണ്. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി പോകുന്ന റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഡാമാണ് പോത്തുണ്ടി ഡാം. പോത്തുണ്ടി ഡാം പോകുന്നതിനിടയ്ക്ക് ഞാൻ റോഡിലെ കാഴ്ചകളൊന്ന് ചെറുതായി ക്യാപ്ചർ ചെയ്തതാണിത്. രണ്ട് സൈഡിലും ഒരുപാട് മരങ്ങളുള്ള വലിയ വീടുകളോ ബഹളങ്ങളോ കടകളോ ഒന്നുമില്ലാത്ത ഒരു ചെറിയ ഗ്രാമത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കാണാൻ കഴിയും രണ്ട് സൈഡിലും മരങ്ങള്. വലിയ ആളുകളോ തിരക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, വയലുകള്, അതുപോലുള്ള പന, അങ്ങനെ കാര്യങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ ഒരു ഗ്രാമത്തിൽ എങ്ങനെയാണോ, പാലക്കാടിനുള്ള ഗ്രാമത്തിൽ എങ്ങനെയാണോ അത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഒരു വലിയ മല കാണാം. അതാണ് സൈലന്റ് വാലി മല. ഇപ്പൊ നമുക്ക് റൈറ്റ് സൈഡിൽ പാടങ്ങളെല്ലാം കാണാൻ കഴിയും. പാലക്കാടുള്ള സ്ഥിരം ഗ്രാമീണ കാഴ്ചയായിട്ട് നമുക്ക് പറയാം. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് പോത്തുണ്ടി ഡാമിക്കല്ല പോകുന്നത്. സോ നമ്മളുടെ റോഡിന് ചുറ്റും പോത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. അവിടെ ഒരു ചേട്ടൻ കുതിരയുടെ മുകളിൽ കയറിയിട്ട് ഇതുപോലെ യാത്ര ചെയ്യുന്നത് കണ്ടു. അങ്ങനെ 20 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് 2 പേർക്ക് 40 രൂപയും മെല്ലെ പോത്തുണ്ടി ഡാമിന്റെ ഉള്ളിലോട്ട് കടന്നു. ഉള്ളിൽ കുറെ പ്രതിമകളെല്ലാം വെച്ചിട്ടുണ്ട്. സൈഡിൽ നോക്കുകയാണെങ്കിൽ സൈലന്റ് വാലി കാണാൻ സാധിക്കും. മേഘങ്ങളായിട്ട് മൂടി കിടക്കുകയാണ്. ഒരു മഴക്കോളുള്ള പോലെയാണ്. രണ്ട് സൈഡിലും കുറെ പൂച്ചെടികളും അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നേരെ നോക്കുമ്പോൾ ഒരു മത്സ്യകന്യക ഇങ്ങനെ ഡൈവ് ചെയ്യുന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ തമിഴ് പാട്ടുകൾ നമുക്കിങ്ങനെ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ കയറി വന്നപ്പോൾ എന്തിനുള്ള പാട്ടൊക്കെ ആയിരുന്നു. നമുക്കവിടെ വാഷ്റൂമിന്റെ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ പോയാലാണ് വാഷ്റൂമിലെത്തുക. അതുപോലെ തന്നെ നമുക്ക് ചായയോ അല്ലെങ്കിൽ ഐസ്ക്രീമോ ഒക്കെ കഴിക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. ഇതുപോലെ പൂക്കളായിട്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഡാമിന് ചുറ്റും കുറച്ച് നടക്കാനുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു മലമ്പുഴ ഡാമിൽ നിങ്ങൾ പോയ ഒരാളാണെങ്കിൽ മലമ്പുഴ ഡാമിന്റെ അത്ര വലുപ്പമൊന്നുമില്ല. ചെറിയൊരു ഉദ്യാനമുണ്ട്, ചെറിയൊരു ഡാം, അത്രേ പറയാനുള്ളൂ. അങ്ങനെ നമുക്ക് താഴെ നിന്ന് മുകളിൽ പോകാൻ കുറച്ച് സ്റ്റെപ്പ് എല്ലാം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഉയരത്തിലാണ്. ഒരു 150-200 മീറ്റർ എങ്കിൽ നമുക്ക് നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് നമ്മള് മുകളിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് മേഘാവൃതമാണ്. ഫുൾ മഴ പെയ്യാനുള്ള ഒരു സെറ്റപ്പിലാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മള് ഡാമിന്റെ മുകളിലെത്തി. ഡാം ആക്ച്വലി വളരെ ഭംഗിയുള്ള ഒരു ഡാമാണ്. ഫുൾ ഓവർ വെള്ളമില്ല, ബട്ട് കാണാനൊക്കെ, കാരണം അപ്പുറത്ത് എല്ലായിടത്തും മലകളാണ്. ഏകദേശം ഒരു ഇപ്പം മഴ പെയ്യും എന്ന ലെവലിൽ മേഘങ്ങളായിട്ട് മൂടിക്കിടക്കാണ്. സോ പാലക്കാട് നിങ്ങൾ വരുവാണെങ്കിൽ ഒരു ദിവസത്തെ ട്രിപ്പ് ഒന്നുമില്ല, പക്ഷെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് സാധിക്കും.